ഹലോ. അപ്പോൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് അഗൈൻ. അപ്പോൾ നമ്മുടെ ഈ ആഴ്ചത്തെ വീക്ക്ലി സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡിസ്ക്ലൈമർ പറഞ്ഞ് തുടങ്ങുവാണ്. സോ ഇതൊരു ടെക്നിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ്. നമ്മളിവിടെ എല്ലാ ആഴ്ചകളിലും നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു അനാലിസിസും ഈ ഓരോ ആഴ്ചകളിലും ഓരോ സ്റ്റോക്സ് പഠിക്കാനായിട്ട് എടുക്കാറുമുണ്ട്. സോ അങ്ങനെ എടുക്കുന്ന ഒരു സെഷൻ മാത്രമാണ്. ഇതൊരു സ്റ്റഡി പർപ്പസ് വീഡിയോ ആയിട്ട് മാത്രം കണക്കാക്കുക, സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് കണക്കാക്കാതിരിക്കുക. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വേൾഡ് മാർക്കറ്റിലെ അവസ്ഥ നമുക്കറിയാം. ഒരു നിഫ്റ്റി അടക്കമുള്ള മാർക്കറ്റുകൾ, ഏഷ്യൻ മാർക്കറ്റിൽ അത്യാവശ്യം ബുള്ളിഷ്നെസ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുകളിലായിട്ട് തരുന്നുണ്ട്. അപ്പം ഇറാൻ ഇഷ്യൂ അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിന് ഒരു അന്ത്യമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നത്. എന്നാൽ ട്രംപിൻ്റെ അവകാശവാദങ്ങളെല്ലാം തെറ്റാണ് എന്നുള്ളൊരു ന്യൂസും ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ പുറത്തു വരുന്നുണ്ട്. സോ അപ്പം എന്തായാലും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ പോലെ ഇരിക്കും നമ്മൾ പഠിക്കുന്ന എന്ത് ടെക്നിക്കൽസും. ഓക്കെ. അപ്പം ആ ഒരു കാര്യം മനസ്സിൽ വെച്ച് മാത്രം ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് നോക്കാം, അതിനുശേഷം സ്റ്റോക്സിലേക്ക് പെട്ടെന്ന് പോകാം. സോ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗ് സെഷൻസ് നോക്കുകയാണെങ്കിൽ നോക്കുക, ഗ്യാപ്പ് അപ്പ് ഉണ്ട്. ആൻഡ് ഗ്യാപ്പ് അപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കണ്ടില്ല, ഇവിടെ നിന്ന് മാർക്കറ്റ് അപ്സൈഡ് പോകുന്നു, ചെറിയ പുൾ ബാക്ക് തരുന്നു, ആൻഡ് തിരിച്ച് വീണ്ടും മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് തരുന്നു. ആ ഗ്യാപ്പ് അപ്പ് നിലനിർത്തി മാർക്കറ്റ് അപ്സൈഡ് പോകുന്നു. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു തവണ ഗ്യാപ്പ് അപ്പ് വന്ന ശേഷം മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി ഹണ്ട് നടത്തിയതായിട്ട് കാണാം അല്ലേ. ഈ ഭാഗത്ത് മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി ഹണ്ട് നടത്തിയതായിട്ട് നമുക്കിവിടെ കാണാം. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒക്കെ നടത്തി സെല്ലേഴ്സിനെ ബയേഴ്സിനെ ഒക്കെ പാനിക്കിലാക്കി. ബട്ട് മാർക്കറ്റ് അവിടെ ആ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. കണ്ടില്ലേ, വീക്ക്ലി ചാർട്ട് നോക്കുവാണെങ്കിൽ തന്നെ ഒരു ബുള്ളിഷ്നെസ് നിലനിൽക്കുന്നുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ഇൻട്രാഡേ ലെവൽസ് നമുക്ക് മൺഡേ ഡിസ്കസ് ചെയ്യാം. സോ ഓവറോൾ സ്ട്രക്ചറലി മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ഞാനൊരു 1 hour ചാർട്ടും കൂടെ എടുക്കുകയാണ്. 1 hour ചാർട്ട് നിങ്ങൾ എടുത്ത് നോക്കുമ്പോഴും നിങ്ങൾക്ക് ടോട്ടലി കാണാൻ കഴിയും മാർക്കറ്റ് പൊതുവേ ഉള്ള ഒരു സ്വഭാവം കാണിക്കുന്നത് ആ ഒരു ബുള്ളിഷ്നെസ് നിലനിർത്തി പോകാനാണ്. എന്തായാലും ഈ ഒരു സോൺ ഉണ്ടല്ലോ 24,000 എന്ന് പറയുന്ന 24,400 എന്ന് പറയുന്ന ഈ സോണ് മാർക്കറ്റിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഏരിയയ്ക്ക് അപ്പുറം മാത്രമേ നമുക്ക് ബുള്ളിഷ്നെസ് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ആൻഡ് മേ ബി പുൾ ബാക്കുകൾ വരികയാണെങ്കിൽ 24,400 നിന്ന് പുൾ ബാക്ക് വരുവാണെങ്കിൽ ഈ ഒരു ഏരിയ 24,100 എന്ന് പറഞ്ഞ സോണിൽ നിന്നും മാർക്കറ്റ് തിരിച്ച് സപ്പോർട്ട് എടുക്കാനും ഉള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നിഫ്റ്റി നമുക്ക് ആ ഒരു വ്യൂവിൽ മുൻപോട്ട് പോകാം. തിങ്കളാഴ്ച ഇതിൻ്റെ ഒരു ടെക്നിക്കൽ അനാലിസിസ്, ഒരു ഇൻട്രാഡേ ലെവൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നു നമ്മുടെ ഡെയിലി നമ്മൾ ഏതൊക്കെ സ്റ്റോക്സ് ആണ് ഈ ആഴ്ച പഠിക്കാൻ എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുക്കുന്ന സ്റ്റോക്കുകളിൽ ഒന്ന് ജീപ്പിലാണ്, ഗോദാവരി പവർ ആൻഡ് ഇസ്പാറ്റ് എന്ന് പറഞ്ഞ കമ്പനി. അപ്പം നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ GPLന്റെ ഒരു ടോട്ടൽ സ്ട്രക്ചർ നോക്കിയ നമുക്കിപ്പം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക്സ് അറിയാവുന്ന ഒരാൾക്ക് അറിയാം, മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണെന്നുള്ള കാര്യം അറിയാം അല്ലേ. GPL നോക്കിയേ, ഇപ്പം കഴിഞ്ഞ 1-2 ആഴ്ചത്തെ പെർഫോമൻസ് നോക്കിയേ GPL എന്താണെന്ന് നടത്തിക്കൊണ്ടിരുന്നത് 230 എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് സോണിൽ നിന്നും മാർക്കറ്റ് ഹയർ ഹൈ തന്ന് അപ്സൈഡ് പോകാനുള്ള അറ്റംപ്റ്റ് നടത്തുകയാണ്. ആൻഡ് റെസിസ്റ്റൻസ് 280 എന്ന് പറയുന്ന ഒരു സെല്ലിംഗ് പ്രഷർ നേടുന്ന മേഖല GPL ബ്രേക്ക് ചെയ്തു. ആൻഡ് എന്ത് സംഭവിച്ചിരിക്കുന്നു, 300 റേഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ GPL ഒരു ടോപ്പ് പ്രയോറിറ്റി ലിസ്റ്റിൽ ഇടാവുന്നതാണ്. ആൻഡ് ഒരു 10% മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുൾ ബാക്കുകൾ ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത് നമുക്ക് വാച്ച് ചെയ്യാം. നിങ്ങൾ ഇവിടുത്തെ ഒരു ടോട്ടൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ തന്നെ മാർക്കറ്റ് ഒരു ചെറിയ ഒരു കൺജസ്റ്റഡ് സോണിൽ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. കണ്ടില്ലേ, അപ്സൈഡ് പോകുന്നു, ചെറിയ പുൾ ബാക്ക് തരുന്നു, അപ്സൈഡ് പോകുന്നു, പുൾ ബാക്ക് തരുന്നു. സോ എന്തായാലും 290 ഒരു ഡിമാൻഡ് സോൺ ആയിട്ട് GPL ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പം GPL എൻ്റെ ഒരു ഫേവറേറ്റ് സ്റ്റോക്കായിട്ട് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇടും. ഇപ്പോൾ 330-350 റേഞ്ചിലേക്ക് മൂവ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വാച്ച് ചെയ്യാം. ഏതായാലും GPL സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് എല്ലാവരും വാച്ച് ലിസ്റ്റിൽ ഇടുക. ഇതിൻ്റെ പെർഫോമൻസ് നിങ്ങൾ തന്നെ സ്വയം പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് PFC, പവർ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കമ്പനിയാണ്. പവർ ഫിനാൻസ് കോർപ്പറേഷൻ നിങ്ങൾ നോക്കുക, ഞാൻ എടുത്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കൺസോളിഡേഷനിൽ നിന്നും ബ്രേക്ക് ചെയ്ത സ്റ്റോക്കുകളാണ് ഈ 2 സ്റ്റോക്കുകൾ. കണ്ടില്ലേ, 440 എന്നുള്ള റേഞ്ചിൽ കുറച്ചധികം കാലമായി 2025 ഫെബ്രുവരി മാസം തൊട്ടേ 440 എന്നുള്ള റേഞ്ചിന് താഴെയാണ് പവർ ഫിനാൻസ് കോർപ്പറേഷൻ ട്രേഡ് ചെയ്യുന്നത്. ആ ഒരു ട്രേഡിംഗ് സോണിൽ നിന്നും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത സ്റ്റോക്കാണ് എടുത്തത് PFC. 440 റേഞ്ച് ബ്രേക്ക് ചെയ്തു ആൻഡ് 464 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് അപ്സൈഡ് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ സ്റ്റോക്കിൽ വാച്ച് ചെയ്യുന്നത് ഒരു പുൾ ബാക്ക് ട്രേഡിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഒരു 420 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് ഒന്ന് പുൾ ബാക്ക് ചെയ്യുമെന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മേ ബി അത്രയും റേഞ്ചിലേക്ക് പുൾ ബാക്ക് ചെയ്യാൻ സാധ്യതയില്ല. എന്നാൽ ഒരു 440 to 420 റേഞ്ച് ഈ സ്റ്റോക്ക് ഒരു പുൾ ബാക്ക് തരുമോ ഇല്ല എന്നുള്ളതാണ് എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ ഇട്ട് വെച്ചേക്കുന്നത്. ആൻഡ്
നോക്കുമ്പോഴത്തേക്കും അറിയാം അത്യാവശ്യം ഒരു 10% മൂവ്മെൻറ്റിൻ്റെ പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ മൈനർലി ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് കണ്ടോ, ഇങ്ങനെയാണ് പോകുന്നത്. ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടോട് കൂടിയാണ് ഈ സ്റ്റോക്ക് അപ്സൈഡ് പോയത്. സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് അടക്കം ഇതിലുണ്ട്. സോ നമുക്ക് പവർ ഫിനാൻസ് കോർപ്പറേഷൻ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. പുൾ ബാക്കുകൾ ഉണ്ടാവുമോ ഇല്ലയോ ഒന്ന് നോക്കാം. എന്തായാലും 440 നമുക്ക് ഈ 440 എന്നുള്ള റേഞ്ച് മാർക്ക് ചെയ്തിടാം. റെസിസ്റ്റൻസ് ടേൺഡ് സപ്പോർട്ടാണ് 440 എന്നുള്ള റേഞ്ച്. ഓക്കെ, PFC. അടുത്ത സ്റ്റോക്ക് ഞാൻ എടുക്കുകയാണ് മിഡ് വെസ്റ്റ് ലിമിറ്റഡ്. പലർക്കും അറിയാമായിരിക്കും കമ്പനി. കണ്ടില്ലേ, മിഡ് വെസ്റ്റ് റീസെന്റ് IPO ആണ്. എത്ര റേഞ്ചിൽ നിന്നാണ് താഴെ വന്നതെന്ന് നമുക്ക് നോക്കാം. മോസ്റ്റ്ലി ഒരു 1869 റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് 43% മോസ്റ്റ്ലി നല്ലൊരു ഏരിയ കവർ ചെയ്ത് ഡൗൺ സൈഡ് വന്നു. 900 to 1000 റേഞ്ച്, 1047 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. മിഡ് വെസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഇത് ലിസ്റ്റ് ആയ സമയത്ത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരുന്നു ട്രേഡ് എടുക്കാനായിട്ട്. ബട്ട് താഴെ വന്നപ്പോഴത്തേക്കും ആർക്ക് വേണ്ട എന്നുള്ള സ്റ്റേജായി. ഓക്കെ, അപ്പം നമുക്കിവിടെ നോക്കാം മിഡ് വെസ്റ്റിൽ എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യം വളരെ സൂക്ഷ്മമായിട്ട് നമുക്ക് പരിശോധിക്കാം. മിഡ് വെസ്റ്റിന്റെ റെസിസ്റ്റൻസ് സോണാണ് 1375. ഒരു സപ്ലൈ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. 1375 എന്നുള്ളത് മാർക്കറ്റിന്റെ ഒരു സപ്ലൈ ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. 1375 ഒരു സപ്ലൈ ഏരിയ ആണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം. ആൻഡ് ഈ ഒരു സപ്ലൈ കണ്ടിന്യൂ ചെയ്യുന്ന എവിടം വരെയാണെന്ന് നിങ്ങൾ നോക്കുക. ഈ സപ്ലൈ മോസ്റ്റ്ലി 1390 റേഞ്ച് വരെ ഈ ഒരു സപ്ലൈ റേഞ്ച് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, 1375 to 1390 ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് സപ്ലൈ റേഞ്ച് ആണ്. ഓക്കെ, ആൻഡ് ഡിമാൻഡ് ആയിട്ട് ഇതാ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 1250 എന്നുള്ളത് ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ഞാൻ അതും മാർക്ക് ചെയ്തിടുകയാണ്. 1200 തൊട്ട് 1250 റേഞ്ച് ഒരു ഡിമാൻഡ് സോണായിട്ട് ഞാനിവിടെ കണക്കാക്കുകയാണ്. ഓക്കെ, അപ്പം മാർക്കറ്റ് പുൾ ബാക്ക് തരുവാണെങ്കിൽ ഒരു ഡിമാൻഡ് സോണും ഉണ്ട്. ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് തരുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് സോണും ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് അടുത്ത 2 ആഴ്ചത്തേക്ക് പഠിക്കാനായിട്ട് എടുക്കാം. ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് അറ്റൻഡ് ആവണേ എന്ന് നമുക്ക് വാച്ച് ചെയ്ത് തീരുമാനം എടുക്കാം. ഓക്കെ, അടുത്തത് ഇക്സിഗോ എന്ന് പറഞ്ഞ കമ്പനിയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും ഇക്സിഗോ. ഇതും എടുക്കാൻ സ്പെസിഫിക്കലി റീസൺ ഉണ്ട്. ഏറ്റവും ഡൗൺ സൈഡ് വന്ന ഒരു സ്റ്റോക്കാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ IPOയ്ക്ക് ശേഷം എത്രയാണ് 194 നിന്ന് 120 വരെ റേഞ്ച് വരെ ഇക്സിഗോ താഴെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ സ്റ്റോക്ക് മോസ്റ്റ്ലി 190% അപ്സൈഡ് പോയ സ്റ്റോക്കാണ്. 342 റേഞ്ച് വരെ പോയ സ്റ്റോക്ക് വീണ്ടും ഡൗൺ സൈഡ് വന്ന് 170-80 റേഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതൊരു ഡിമാൻഡ് സോൺ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ ഒരു ഹോൾ ഏരിയ മാർക്കറ്റിലെ ഡിമാൻഡ് സോൺ ആയിട്ട് കണക്കാക്കിയാണ് ഞാൻ ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചിരിക്കുന്നത് ഇക്സിഗോ. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഡിമാൻഡ് ഏരിയയിൽ വന്ന് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 185 എബോവ് 185 ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് മാർക്കറ്റ് നടത്തുന്നുണ്ട്. എന്തായാലും എബോവ് 185 മാത്രമേ ഈ സ്റ്റോക്ക് ഞാൻ വാച്ച് ചെയ്യത്തുള്ളൂ. എബോവ് 185. ഓക്കെ, എബോവ് 185 എന്തായാലും പഠിക്കാൻ വേണ്ടി എടുത്ത് വയ്ക്കുക. ഇക്സിഗോ എബോവ് 185 നമുക്ക് ഇതിന്റെ പ്രൈസ് ആക്ഷൻ പഠിക്കേണ്ടതായിട്ടിരിക്കുന്നത്. കാര്യം ഒരു കൺസോൾട്ടേഷൻ, അതായത് ഒരു ഡിമാൻഡ് ഏരിയയിലെ കൺസോൾട്ടേഷൻ എപ്പോഴും ഞാൻ എന്നെ സംബന്ധിച്ച് ഹെൽത്തി ആയിട്ട് ഞാൻ കണക്കാക്കും. അപ്പോൾ ഈ 185 റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ഇക്സിഗോ നടത്തുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നടത്തുവാണെങ്കിൽ തന്നെ ഒരു 10% 20% മൂവ്മെന്റിനുള്ള പോസിബിലിറ്റിയാണ് ഞാൻ ഇതിൽ കാണുന്നത്. ഇക്സിഗോ അപ്പോൾ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. മറിച്ച് ഞാൻ പറയുന്ന പ്രത്യേക കാര്യം, ഇത് ഡിസ്ക്ലെയിമറായിട്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. ഇതെല്ലാം നിങ്ങൾ വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് തരുന്നത്. മറിച്ച് ഇത് റെക്കമെൻഡേഷൻ ആയിട്ട് കണക്കാക്കാതെ ഇതെല്ലാം നിങ്ങൾ ടെക്നിക്കൽ ഗ്രോത്ത്, നിങ്ങളുടെ ടെക്നിക്കലായിട്ടുള്ള സ്റ്റഡി ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫൈനലി APL അപ്പോളോ എന്ന് പറഞ്ഞ കമ്പനിയാണ്. APL അപ്പോളോ ട്യൂബ്സ്. ഓക്കെ, APL അപ്പോളോ ട്യൂബ്സ് ഞാൻ പറഞ്ഞു, ഞാൻ മിക്കതും കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത സ്റ്റോക്കുകളാണ് എടുക്കുന്നതെന്ന്. APL അപ്പോളോ ട്യൂബ്സും സെയിം പാറ്റേണിലാണ് ഞാൻ ഇപ്രാവശ്യം എടുത്തത്. APL അപ്പോളോ ട്യൂബ്സ് വലിയൊരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്തു. ആൻഡ് ആ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത സോണിൽ റീടെസ്റ്റ് ചെയ്തു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ മൂവ്മെൻറ്റും കണ്ടപ്പോഴാണ് APL അപ്പോളോ ട്യൂബ്സ് ഞാൻ എടുത്തത്. ആൻഡ് ഞാൻ ഇതിൻ്റെ ഒരു ഡിമാൻഡ് സോണായിട്ട് ഇത്രയും വലിയൊരു ഏരിയ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2000 റേഞ്ച് വരെയൊക്കെ ഇതിൻ്റെ ഒരു ഡിമാൻഡായിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. 2000. അപ്പോൾ എല്ലാവരും APL അപ്പോളോ ട്യൂബ്സിൻ്റെ ഫ്യൂച്ചർ മൂവ്മെൻറ്റ്സ് വാച്ച് ചെയ്യുക. അത്യാവശ്യം കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് ആൻഡ് പുതിയതായിട്ടുള്ള ഒരു ബൈയിങ് അറ്റംപ്റ്റ് ഇതിലുണ്ടെന്നുള്ളത് തോന്നുന്നുണ്ട്. ആൻഡ് ഇതും പൊതുവേ മൂവ്മെൻറ്റ് കിട്ടി അത്യാവശ്യം നല്ല മൂവ്മെൻ്റ് ആയിരിക്കും തോന്നുന്നു. ഒരു 8-10% മൂവ്മെൻറ്റിൻ്റെ പോസിബിലിറ്റി APL അപ്പോളോ ട്യൂബ്സിനും ഉണ്ട്. ഓക്കെ,
ആൻഡ് പ്രത്യേകം വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യമാണ്, കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. ഇപ്പോൾ 100+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പഴയ ചാനൽ ചെറിയ ടെക്നിക്കൽ റീസൺസ് കാരണം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്ത ജോയിൻ ചെയ്യുക. ഞാൻ ലൈവായിട്ട് എല്ലാ അപ്ഡേറ്റുകളും ഇത് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും റീച്ച് ചെയ്യാം. ഞാൻ എന്നെ കഴിയുന്ന വിധത്തിൽ എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ മറക്കാതെ എല്ലാവരും ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.